നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് എന്നുള്ളതാണ്. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ട്, ഒരു വിഷമമുണ്ട്, നിങ്ങളെ സ്നേഹത്തോടെ ആലോചിക്കുന്നു എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവർക്ക് നിങ്ങളോട് പറയാനുള്ളതും അവർ ആലോചിക്കുന്നതും നിങ്ങൾ അവരെ ശരിക്കും വിശ്വസിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ക്ഷമ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവരെ ഇനിയും ട്രസ്റ്റ് ചെയ്യും. ആ ഒരു കാര്യത്തിൽ അവർക്ക് 100% ഉറപ്പുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ നിന്നും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി സെപ്പറേറ്റായിട്ട് മാറി നിൽക്കുകയാണ്, പക്ഷേ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ശരിക്കും അവരുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ജീവിതകാലം മുഴുവനും, അതായത് അവരുടെ ജീവിതം മുഴുവനും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞു നിന്നപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയത് എന്നും ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട്, നിങ്ങളുടെ വ്യക്തി ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിരുന്ന ഓരോരോ സപ്പോർട്ടാവട്ടെ, കെയറിങ് ആവട്ടെ, വഴക്കിട്ടിരുന്നപ്പോൾ ആണെങ്കിൽ തന്നെയും നിങ്ങൾ ശരിക്കും ആ ഒരു വ്യക്തിയുടെ അടുത്ത് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളില്ലാതെ നിങ്ങളുടെ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ നിമിഷവും അവർക്ക് ശരിക്കും വാല്യുബിളായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ശരിക്കും ആ ഒരു അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ആ ഒരു റീസൺ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വ്യക്തി ഈ ലോകത്തെ ഏറ്റവും വാല്യുബിളായിട്ടുള്ളൊരു ഒരു സംഭവമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ ഒരു നിമിഷത്തെയൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ് വരുന്നത്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് തെറ്റുകൾ ആ ഒരു വ്യക്തി ചെയ്തു, എന്നിട്ട് പോലും ലാസ്റ്റ് മൂമെൻറ്റ് പോലും നിങ്ങൾ ശരിക്കും ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% വിശ്വാസമായിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു വ്യക്തി ശരിക്കും വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ ആദ്യമായിട്ട് കണ്ട ദിവസം, കണ്ട നിമിഷം, ആ ഒരു സമയത്ത് നിങ്ങൾ സംസാരിച്ചത് എല്ലാം അവർ ഓർക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല അവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങൾ അർഹിക്കുന്ന ഒരു ലൈഫല്ല അവർ നിങ്ങൾക്ക് തന്നത്. അങ്ങനെയല്ല അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തത്. ഒത്തിരി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് കുറ്റബോധമുണ്ട്. ഒരിക്കലും നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, നിങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്യരുതായിരുന്നു. ശരിക്കും നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യണമായിരുന്നു, പരിഗണിക്കണമായിരുന്നു എന്ന ആ ഒരു സത്യം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞു. അങ്ങനെ ചെയ്യാത്തതിൽ നല്ല രീതിയിൽ വിഷമമുണ്ട്. നിങ്ങളായിരുന്നു നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത്. ആ ഒരു സത്യം ഇപ്പം നിങ്ങളുടെ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അതായത് ചെയ്യാത്ത തെറ്റിന് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോഴൊക്കെ ആ വ്യക്തി യൂസ് ചെയ്തിട്ടുള്ളൊരു വാക്കുണ്ട്, നിങ്ങൾ ഒരിക്കലും അവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. ശരിക്കും അവരായിരുന്നു നിങ്ങളെ മനസ്സിലാക്കാതിരുന്നത്. ഒരിക്കലും നിങ്ങൾ അവരെ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്ത് നിങ്ങളെ കുറ്റപ്പെടുത്തിയതിൻ്റെയൊക്കെ വിഷമം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. കാരണം ശരിക്കും അവർ സത്യം മനസ്സിലാക്കി, അവരായിരുന്നു നിങ്ങളെ മനസ്സിലാക്കാതിരുന്നത്. ശരിക്കും അവരെക്കാൾ നല്ല ഒരാളെ നിങ്ങൾ അർഹിക്കുന്നു, അതവർക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെത്ര മോശമായിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത്, അവരെത്രയ്ക്ക് മോശപ്പെട്ടൊരു മനുഷ്യനാണ്, അത് അവർ വളരെ വേദനയോടുകൂടിയാണ് മനസ്സിലാക്കുന്നത്.
ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരനാവാൻ സാധിക്കുമോ? ഇവർ സ്വന്തമായിട്ട് അവരെക്കുറിച്ചിട്ട് വിലയിരുത്തുന്നതാണ് കേട്ടോ. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ മോശമാവാൻ സാധിക്കുമോ? ക്രൂരനാവാൻ സാധിക്കുമോ? ഒരാളെ സ്നേഹിച്ച, അതായത് അവരെ സ്നേഹിച്ച നിങ്ങൾ ഇത്രയൊക്കെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് ദ്രോഹിക്കാനൊക്കെ സാധിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് അവർ സ്വന്തമായി പുച്ഛിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു മെമ്മറീസ് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും വിഷമത്തിലാണ്. നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കാര്യത്തിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു കോൾസോ മെസ്സേജസോ ഇപ്പോൾ വരാത്തത്. പക്ഷെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം കേട്ടോ. അവരിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.